നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സിനിമയാണ് ബസൂക്ക എന്ന സിനിമ. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത് എന്നുള്ളതാണ് ഇതുവരെയുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള ടീസറായാലും ട്രെയിലറായാലും ബാക്കി പോസ്റ്ററുകളായാലും എല്ലാം തന്നെ നമുക്ക് നൽകുന്ന ഒരു സൂചന. എന്നാൽ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റെല്ലാ മമ്മൂട്ടി ചിത്രങ്ങളെയും പോലെ ഈ സിനിമയ്ക്കും ഒട്ടും തന്നെ പ്രൊമോഷൻ കൊടുത്തില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രൊമോഷൻ കൊടുക്കാതിരുന്ന ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 66 കോടി രൂപയാണ് എന്നുള്ള വാർത്ത ഏകദേശം ഒരാഴ്ച മുമ്പേ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ റിസ്ക് തന്നെയാണ് ഒട്ടും തന്നെ പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ കയറി വരുമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഒരു കാര്യം കൂടി ഈ വീഡിയോയിലൂടെ തന്നെ സൂചിപ്പിക്കാനുണ്ട്. പബ്ലിസിറ്റികളിലൂടെ കിട്ടാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യലായിട്ടുള്ള കളക്ഷനാണ്. അവിടെയാണ് ഈ സിനിമയ്ക്ക് വലിയൊരു ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ BMSൽ നമ്മൾ നോക്കുമ്പോൾ, ബുക്ക് മൈ ഷോയിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത് 103K ആണ്. അതായത് 1,03,000 ആളുകൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു മണിക്കൂറിൽ ഈ സിനിമയുടേതായിട്ട് വിറ്റുപോകുന്ന ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 2,750 മാത്രമാണ്. 2,750 ടിക്കറ്റുകൾ ഈ സിനിമയുടെ വിറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് ഏകദേശം 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്ത മോഹൻലാൽ നായകനായിട്ട് വന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റുകൾ ഇപ്പോഴും 1,300ഓളം വിറ്റ് പോകുന്നുണ്ട് ഇതേ BMSൽ തന്നെ. നിങ്ങൾക്ക് ഇതേ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെയാണ് ഏറ്റവും വലിയ ഡ്രോപ്പ് വരാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഷോയ്ക്ക് വലിയ രീതിയിൽ ആളുകളെ കയറ്റുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പ്രൊമോഷൻ എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അവിടെ അത് കുറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ കിട്ടേണ്ടിയിരുന്ന കോടികൾ എന്ന് തന്നെ പറയാം. ഒരു നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ, ചിത്രത്തിൻ്റെ ടീസറൊക്കെ കണ്ടിട്ട് ഗംഭീര സിനിമയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന രീതിയിൽ ആ സിനിമയ്ക്ക് ഇറക്കിയിരിക്കുന്ന ബഡ്ജറ്റുമായി വെച്ച് നോക്കി നല്ല ഒരു പ്രൊമോഷൻ ഈ സിനിമയ്ക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണം ഈ സിനിമയുടെ ഫസ്റ്റ് ഡേയിൽ കാണാൻ സാധിക്കുമായിരുന്നു. അത് ഇവിടെ മിസ്സ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്ത് തന്നെയാലും 10 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ആദ്യ ദിവസം വരേണ്ടിയിരുന്ന, വേൾഡ് വൈഡായിട്ട് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ വരേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 10 കോടിയിൽ താഴെ ഏകദേശം 6 കോടിക്കും 8 കോടിക്കും ഇടയിൽ മാത്രമായിരിക്കും ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്ന് നിൽക്കാൻ പോകുന്നത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, 6 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു മമ്മൂട്ടി നായകനായി വന്ന നമ്മുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ കേരള കളക്ഷൻ ഫസ്റ്റ് ഡേ. അതുപോലും ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് തൂക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ടർബോയേക്കാൾ വളരെയധികം പ്രതീക്ഷയുള്ളൊരു ചിത്രം കൂടിയാണ് ഇത് എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.